അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ സിൽക്ക് വർത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ സിൽക്ക് വർത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്കിൽ ഉള്ള 2 ചാപ്റ്ററുകൾ ഇതേ സമയം ബിൽ ഡബ്ല്യു എഴുതിയതായി നമ്മൾ കണ്ടു. ബില്ലിൻ്റെ കഥയും ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന അധ്യായവും. അപ്പോൾ ഈ 2 അധ്യായവും വെച്ച് ഡോക്ടർ സിൽക്ക് വർത്തിൻ്റെ ലെറ്ററും വെച്ചിട്ട് പല ആളുകൾക്കും അവർ പണത്തിന് വേണ്ടിയിട്ട്, അതായത് ബിഗ് ബുക്കിൻ്റെ നിർമ്മാണം, അതോടൊപ്പം തന്നെ പിന്നീടുള്ള ആശുപത്രി സമുച്ചയങ്ങളുടെ നിർമ്മാണം, പെയ്ഡ് മിഷനറിമാരുടെ നിയമനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റ് തയ്യാറാക്കിയതൊക്കെയായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അപ്പോൾ ഈ ഡോക്ടർ സിൽക്ക് വർത്തിൻ്റെ ലെറ്റർ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു 5-6 മാസത്തിന് ശേഷം ബിൽ ഡബ്ല്യു തീരുമാനിച്ചു ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ദ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ പ്രസിദ്ധീകരിക്കണമെന്ന്. 1938 ഡിസംബർ ആയപ്പോഴത്തേക്കും ബിൽ വിൽസൺ ബിഗ് ബുക്കിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ ഈ പൂർത്തിയാക്കിയ ഈ ഡ്രാഫ്റ്റ് നിരൂപകനായ ടോം യൂസലിന് റിവ്യൂവിന് വേണ്ടി, നിരൂപണത്തിന് വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഒപ്പീനിയനും ആ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബിൽ ഡബ്ല്യു ടോം യൂസലിന് കൊടുക്കുന്നത്. ഇപ്പോൾ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഫെബ്രുവരി 16 അല്ലെങ്കിൽ 17 1939 മൾട്ടിലിത്ത് കോപ്പി, ബിഗ് ബുക്കിൻ്റെ മൾട്ടിലിത്ത് കോപ്പി ലഭിക്കുന്നതിന് തൊട്ട് മുമ്പായി, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി തന്നെയാണ് അവ പ്രസ്സിലെത്തുന്നത്, ഡോക്ടർ അഭിപ്രായം പ്രസ്സിലെത്തുന്നത്. യഥാർത്ഥത്തിൽ ബിഗ് ബുക്ക് ഏപ്രിൽ 1939 പ്രസിദ്ധീകരിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനു മുമ്പുള്ള ഈ മൾട്ടിലിത്ത് കോപ്പികൾ ഫെബ്രുവരി മുതൽ പലർക്കുമായി കൈമാറ്റപ്പെടും. നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതാണ്. ഹാരി ടൈബോട്ട് എന്ന് പറയുന്ന ഡോക്ടർക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ മാർട്ടിമെന് ഒരു കോപ്പി കിട്ടുന്നുണ്ട്. അങ്ങനെ പല ആളുകൾക്കും ഇവർ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട്, എനിക്ക് തോന്നുന്നു 800 കോപ്പികളാണ് അടിച്ചത്, പല സ്ഥലങ്ങളിലേക്കുമായിട്ട് അയക്കപ്പെട്ടു. അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അയക്കപ്പെട്ടതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഡോക്ടർ സിൽക്ക് വർത്തിൻ്റെ ഈ ലേഖനത്തിൻ്റെ ചാപ്റ്ററിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ബിൽ വിൽസൺ എഴുതിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ഡോക്ടർ സിൽക്ക് വർത്തിനെ പരിചയപ്പെടുകയാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയാണ് ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. പിന്നെ രണ്ടാമത്തെ ഇതിൽ ഡോക്ടറിൻ്റെ ഒരു ലോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് ആ പ്രസ്താവനയിൽ സൊല്യൂഷൻ ഓഫ് ആൽക്കഹോളിസമാണ്, അതായത് ബിഗ് ബുക്കിൽ പറയുന്ന സൊല്യൂഷൻ ഓഫ് ആൽക്കഹോളിസത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സിൽക്ക് വർത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണോ അത് തന്നെയാണ് ബിൽ ഡബ്ല്യു മറ്റ് ലേഖനങ്ങളിൽ, മറ്റ് ചാപ്റ്റേഴ്സിൽ വിവരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ആളുകൾ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടായിരുന്നു. ആ മൾട്ടിലിത്ത് കോപ്പിയിൽ ഒരു കോപ്പി ഹാങ് പിക്ക് ലഭിക്കുകയും ഹാങ് പി അതിനകത്ത് വേണ്ട സജഷൻസും കറക്ഷൻസും ഒക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ എഡിറ്റഡ് കോപ്പിയിൽ, മൾട്ടിലിത്തിൻ്റെ കോപ്പികളിൽ ഹാങ് പി കറക്ഷൻ എഴുതി വച്ചിരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ 8 പേജുള്ളതിൽ 5.5 പേജ് സിൽക്ക് വർത്തും ബാക്കി 2.5 പേജോളം ബിൽ ഡബ്ല്യുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് ഈ എഴുത്ത് തന്ന ഡോക്ടർ തുടർന്ന് വരുന്ന മറ്റൊരു പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ വിപുലീകരിക്കുവാൻ തയ്യാറുള്ളവനായി. മദ്യപാന തകർച്ച മൂലം കഷ്ടപ്പെട്ടവരായ ഞങ്ങൾ വിശ്വസിക്കേണ്ടുന്ന ഒരു വസ്തുത അദ്ദേഹം ദൃഢസ്വരത്തിൽ പ്രസ്താവിക്കുന്നു. അമിത മദ്യപാന രോഗിയുടെ ശരീരവും അയാളുടെ മനസ്സുപോലെ തന്നെ അസാധാരണ തരത്തിൽപ്പെട്ടതാണ്. ജീവിതത്തിൽ പൊരുത്തക്കേടുള്ളവരായതുകൊണ്ടും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി അകലുന്നവരായിരുന്നുകൊണ്ടും മൊത്തത്തിൽ മാനസിക തകരാറുള്ളവരായിരുന്നതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് കുടി നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതെന്ന പറച്ചിൽ ഞങ്ങളെ സമാധാനിപ്പിച്ചില്ല. ഒരു പരിധിവരെ വലിയ ഒരളവിൽ ഇവയൊക്കെ ഞങ്ങൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം. എന്നാൽ ഞങ്ങളുടെ ശരീരവും രോഗം ബാധിച്ചതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഈ ശാരീരിക വശം ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള അമിത മദ്യപാന രോഗിയുടെ ചിത്രം അപൂർണമായിരിക്കാം. മദ്യത്തോട് ഞങ്ങൾക്ക് ഒരു അലർജി ഉണ്ടെന്ന ഡോക്ടറുടെ തത്വം ഞങ്ങൾക്ക് രസകരമായി തോന്നി. സാധാരണക്കാരെന്ന നിലയിൽ ഈ തത്വത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരർത്ഥവുമില്ല. മുൻ മദ്യപാനികൾ എന്ന നിലയിൽ ഈ വിശദീകരണം അർത്ഥവത്താണെന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഞങ്ങളുടെ വ്യാഖ്യാനത്തിന് വഴങ്ങാത്ത പലതും അത് വിശദീകരിക്കുന്നു.
അപ്പോൾ ഡോക്ടർ വിശദീകരിക്കുകയാണ് അടുത്ത ഇതിൽ ആത്മീയമോ പരോപകാരപ്രദവുമായ ഒരു തലത്തിലാണ് ഞങ്ങളുടെ പ്രശ്ന പരിഹാര മാർഗങ്ങൾ കരിപ്പിടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അങ്ങേയറ്റം വിറയിലും ബുദ്ധിമാന്ദ്യവുമുള്ള അമിത മദ്യപാന രോഗിക്ക് വേണ്ട ആശുപത്രി ചികിത്സയാണ് ഞങ്ങൾ അനുകൂലിക്കുന്നത്. മിക്കപ്പോഴും ഒരു മനുഷ്യനെ സമീപിക്കുന്നതിന് മുമ്പ് അയാളുടെ തലച്ചോറ് ശുദ്ധീകരിക്കണമെന്നുള്ളത് നിർബന്ധമായും വേണ്ടിവരുന്നു. ഞങ്ങൾക്ക് നൽകുവാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഇത് അയാൾക്ക് കൂടുതൽ അവസരം നൽകുന്നു. ഡോക്ടർ സിൽക്ക്വർത്തിന്റെ ഈ ഡോക്ടറുടെ അഭിപ്രായത്തിൽ 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 8 പേജുള്ള ഈ ഭാഗത്ത് 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യത്തേത് സിൽക്ക്വർത്ത് ആൽക്കഹോളിക്സ് അനോണിമസിനെ ലാവിഷ്ലി പ്രൈസ് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ സിൽക്ക്വർത്തിന്റെ ഡയഗ്നോസിസ് ഓഫ് ആൽക്കഹോളിസത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ മദ്യാസക്തിയെക്കുറിച്ച് എന്നുള്ള രോഗത്തെക്കുറിച്ചുള്ള വിവരണമാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരിഹാരമാണ് അല്ലെങ്കിൽ സൊല്യൂഷനാണ്. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൺക്ലൂഡിങ് സ്റ്റോറീസ് ആണ്. അദ്ദേഹത്തിന്റെ 2 പേഷ്യൻസിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 2 ഭാഗങ്ങളിൽ അദ്ദേഹം പ്രൈസ് ചെയ്തേക്കുന്ന ഭാഗം ഒന്ന് നോക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സയന്റിഫിക് അപ്രോച്ചിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ സിൽക്ക്വർത്തിൽ ഡോക്ടർ അഭിപ്രായത്തിൽ നിന്ന് നോക്കാം. ഒന്ന്, അതിനുശേഷം തന്റെ അനുഭവങ്ങൾ ഇവിടെയുള്ള മറ്റു രോഗികളോട് പറയാൻ അദ്ദേഹം അനുവാദം ചോദിക്കുകയും ഞങ്ങൾ അടുത്ത മനസ്സോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾ നിരന്തരമായി പിന്തുടർന്ന കേസുകൾ വളരെ രസകരമായിരുന്നു. സത്യത്തിൽ അവയിൽ പലതും അത്ഭുതകരങ്ങളായിരുന്നു. ഞങ്ങൾ ഇവരെ അറിഞ്ഞിടത്തോളം ഇവരുടെ നിസ്വാർത്ഥതയും ലാഭേച്ഛയുടെ പരിപൂർണമായ അഭാവവും കൂട്ടായ്മ മനസ്ഥിതിയും മദ്യപാന രോഗ ചികിത്സാ രംഗത്ത് വളരെ നാൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഏതൊരാൾക്കും വളരെ പ്രചോദനം അരുളുന്നതാണ്. അവരിൽ തന്നെയും അതിലുപരിയായി ചെറുകാല മദ്യപാന രോഗികളെ മരണത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തുന്ന ശക്തിയിലും വിശ്വസിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അമിത മദ്യപാന രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയുടെ മേൽത്തോട്ടം വഹിക്കുന്ന മനോരോഗ ചികിത്സകർ എന്ന നിലയിൽ ഞങ്ങൾ വികാരഭരിതരായി പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം ഈ പോർക്കളത്തിൽ സ്വല്പനേരം നിൽക്കട്ടെ. കൊടും നിരാശയിലാണ്ട ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും മറ്റ് ദുരിതങ്ങളെയും അവർ കാണട്ടെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ ദിനചര്യകളിൽ ഒന്നാകട്ടെ. അവരുടെ നിദ്രായാമങ്ങൾ പോലും ഇതിനായി ചെലവിടട്ടെ. ഇവരിൽ ഏറ്റവും കടുത്ത ദോഷൈക ദൃക്കുകൾ പോലും ഞങ്ങൾ അവരെ അതേപടി സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതപ്പെടില്ല എന്നാണ് ചിരകാല അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ അവർക്കിടയിൽ തന്നെ വളരുന്ന ഈ പരോപകാര പ്രസ്ഥാനത്തേക്കാൾ കൂടുതലായി ഇവരുടെ പുനരധിവാസത്തിന് ഉതകുന്ന മറ്റൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ഡോക്ടർ അയാൾ തന്നോട് തന്നെ സത്യസന്ധത പുലർത്തുന്നുവെങ്കിൽ അയാൾക്ക് തന്റെ അപര്യാപ്തത ബോധ്യപ്പെടും. അയാളിലുള്ളതെല്ലാം അയാൾ നൽകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും മതിയാകാതെ വരുന്നു. മനുഷ്യശക്തിക്ക് അതീതമായ എന്തോ ഒന്ന് ത്വരിതമായ മാനസിക വ്യതിയാനത്തിന് ആവശ്യമാണെന്ന് കാണാവുന്നതാണ്. മനഃശാസ്ത്രപരമായ ചികിത്സയിൽ കൂടിയുള്ള രോഗശമനം മൊത്തത്തിൽ ഗണനീയമാണെങ്കിലും ഞങ്ങൾ ചികിത്സകർക്ക് സമഗ്രമായ ഒരു പ്രശ്നത്തിൽ ഒരു ചെറിയ തോതിലുള്ള നേട്ടമേ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സമ്മതിക്കേണ്ടി വരും. പല കേസുകളും സാധാരണ രീതിയിലുള്ള മനഃശാസ്ത്രമായ സമീപനത്തിന് വഴങ്ങുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് പോകേണ്ടതിൻ്റെയും അതിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെയും ആവശ്യത്തെക്കുറിച്ച് സിൽക്ക്വർത്ത് പ്രൈസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡോക്ടറിന്റെ ഡയഗ്നോസിസ് ആണ്. ഡോക്ടർ സിൽക്ക്വർത്ത് ആൽക്കഹോളിസം ഒരു പ്രോബ്ലമാണ്, അതൊരു രോഗമാണ് എന്ന് കണ്ടുപിടിക്കുക. ഒരു ആൽക്കഹോളിക്കിന്റെ പ്രോബ്ലം ആയിട്ട് മാറുന്നത് അത് ആൽക്കഹോളിക്കിന്റെ രോഗമായിട്ട് മാറുന്നുണ്ടെന്നുള്ള രണ്ടാമത്തെ ഭാഗമാണ് ഡോക്ടർ വിവരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയും പറഞ്ഞാണ്. അദ്ദേഹം അതിനു മുമ്പ് അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷന് മുമ്പിൽ ആൽക്കഹോളിസം ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് അലർജി എന്ന ഒരു പേപ്പർ വയ്ക്കുന്നുണ്ട്. ഏകദേശം 2 വർഷം മുമ്പാണ്, ബിഗ് ബുക്ക് എടുക്കുന്നതിന് 2 വർഷം മുമ്പാണ് ആ പേപ്പർ വയ്ക്കുന്നത്. ആ പേപ്പറിലാണ് യഥാർത്ഥത്തിൽ സിൽക്ക്വർത്ത് ശരിയായ ആൽക്കഹോളിക് അലർജി എന്ന് പറയുന്ന മദ്യത്തോടുള്ള ഒരു അലർജി എന്ന ഇത് സഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഇത് വികസിച്ചു വരുന്നതാണ്, ഡെവലപ്പ് ചെയ്തു വരുന്നതാണ് ഒരാളുടെ ശരീരത്തിൽ എന്ന് അതിൽ വിവരിക്കുന്നു. ചില ആളുകൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അദ്ദേഹം വിവരിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു കണ്ടീഷനാണ്. ഒരാൾ ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ അദ്ദേഹം എത്ര വർഷം, ഇപ്പോൾ 1 വർഷമോ അതിൽ കൂടുതലോ മദ്യപിക്കാതിരുന്നാൽ പോലും വീണ്ടും കുടിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളോടുകൂടി അത് തിരിച്ചു വരും. എപ്പോഴാണോ അയാൾ ഫസ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ സിംഗിൾ ഡ്രിങ്ക് എടുക്കുമ്പോൾ
അദ്ദേഹം വീണ്ടും ആ രോഗത്തിന് പെട്ടെന്ന് തന്നെ അടിമയായി തീരുമെന്ന് സിൽക്കോടത്ത് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സിൽക്കോടത്തിൻ്റെ ഈ അഭിപ്രായത്തിൽ സിൽക്കോടത്ത് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിംറ്റം റിലേറ്റഡ് ടു ദിസ് അലർജിയാണ്. മദ്യത്തിൻ്റെ അലർജിയുടെ ലക്ഷണങ്ങളാണ് കൂടുതൽ നിരത്തി വെക്കുന്നത്. അപ്പോൾ ഫിനോമിനൺ ഓഫ് ക്രേവിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ മദ്യം കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റുള്ള എല്ലാ താല്പര്യങ്ങളെക്കാളും ഉയരത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രേവിങ് ആർത്തി വർദ്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു രോഗമായിട്ട് മാറുന്നത്. ശാരീരികമായ അലർജിയും മാനസികമായിട്ടുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇവർക്ക് മാറുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് സിൽക്ക്വർത്ത് എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കാനുള്ള കാരണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതായത് മദ്യം ഉളവാക്കുന്ന പ്രതികരണം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പ്രധാനമായും സ്ത്രീ പുരുഷന്മാർ മദ്യം കഴിക്കുന്നത്. മദ്യം അത്രമേൽ കബളിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. വികാരോന്മത്തത ഹാനികരമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ കുറെ കഴിയുമ്പോൾ തെറ്റിൽ നിന്ന് ശരി തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതിയിൽ അവരെത്തുന്നു. അവർക്ക് അവരുടെ മദ്യപാന ജീവിതം സാധാരണ മാത്രമായി ഒന്നായി അനുഭവപ്പെടുന്നു. അവർ അസ്വസ്ഥരും മുൻചൂണ്ടിക്കാരുമാണ്. കുറച്ച് പെഗുകൾ പെട്ടെന്ന് അകത്താക്കുമ്പോൾ ലഭിക്കുന്ന സ്ഥൈര്യവും സുഖവും വീണ്ടും അനുഭവിക്കാതെ വന്നാൽ അവർ അസ്വസ്ഥരും ചുണ്ടിക്കാരും അസംതൃപ്തരുമായി തീരുന്നു. മറ്റുള്ളവർ അപായരഹിതമായി കഴിക്കുന്ന പെഗുകൾ നിരവധി പേർക്ക് പറ്റുന്നത് പോലെ കഴിക്കാൻ അവർക്ക് പറ്റാതെ വരുന്നു. മദ്യപിക്കാൻ തുടങ്ങിയാൽ ആ ആഗ്രഹത്തിന് അവർ കീഴ്പ്പെട്ടു പോവുകയും മദ്യത്തോടുള്ള അത്യാസക്തി എന്ന പ്രതിഭാസം അവരിൽ രൂപപ്പെടുകയും ചെയ്യും. ഇപ്പോൾ അവർ ഒരു മതിച്ചുല്ലസിക്കുന്നതിൻ്റെ വിഖ്യാതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. പരിതപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ വീണ്ടും അവരെ കാണാനിടയാകുന്നു. ഇത് തുടരെ തുടരെ ആവർത്തിക്കപ്പെടുന്നു. പൂർണ്ണമായ ഒരു മാനസിക മാറ്റം ഇത്തരം ഒരാൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അയാളുടെ രോഗശമനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഇതൊരു വിചിത്രമായി തോന്നിയേക്കാം. ഇപ്പോൾ സിൽക്ക്വർത്ത് ദാറ്റ് വൺസ് ഹി സ്റ്റാർട്ട്സ് ഡ്രിങ്കിങ് ഹി കനോട്ട് സ്റ്റോപ്പ്. എപ്പോഴാണോ അദ്ദേഹത്തിന് കുടിക്കാൻ തോന്നുന്നത്, ആൽക്കഹോളിക്കിന് കുടിക്കാൻ തോന്നുന്നത്, കുടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഈ പറയുന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട്. ഇതൊരു വാലിഡ് ഒബ്സർവേഷനാണ്, വളരെ വിലപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. ചിലപ്പോൾ ആൽക്കഹോളിസം എന്ന മദ്യാസക്ത രോഗത്തിൻ്റെ തന്നെ ചികിത്സാ രീതിയിൽ ഈ ലക്ഷണത്തിന് ഒരു ഹാൾമാർക്ക് ലക്ഷണം എന്നാണ് പറയുക. ഏറ്റവും മുന്തിയ ലക്ഷണമാണ് അത്. കാരണം അത് കുടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കൂടി നിർത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ സിൽക്ക്വർത്ത് ഇതിനകത്ത് ട്രൂ ആൽക്കഹോളിക് എന്ന് പറയുന്നു. ദർ ഈസ് എ സൊല്യൂഷനിൽ ബിൽ ഡബ്ല്യു അത് റിയൽ ആൽക്കഹോളിക് എന്നായിട്ട് ഡയഗ്നോസിസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതാണ് വിവരിക്കുക. അപ്പോൾ ശരിക്കും ഡോക്ടർ ഒരു ഒബ്സർവേഷനിലൂടെയും ബില്ല് സ്വന്തം എക്സ്പീരിയൻസിലൂടെയാണ് ഇത് കണ്ടുപിടിച്ചത്. ഒരു റിയൽ ആൽക്കഹോളിക് അല്ലെങ്കിൽ സിൽക്ക്വർത്ത് പറയുന്ന ട്രൂ ആൽക്കഹോളിക് എന്ന് നമുക്കറിയാം, അവർക്കൊരു ഭയാനകമായ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും. അവർക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ആൽക്കഹോൾ ചെല്ലാൻ പറ്റില്ല. അത് മാത്രമല്ല, അദ്ദേഹം വീണ്ടും കുടിക്കുകയാണെങ്കിൽ ഒരു ഇൻസൈൻ, ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നവരാണ് റിയൽ ആൽക്കഹോളിക്. സിൽക്ക്വർത്തിൻ്റെയും ബിൽ ഡബ്ല്യുവിൻ്റെയും പിന്നീടുള്ള അധ്യായങ്ങളിൽ അവർ പരസ്പരം ക്രോസ് ടോക്കിങ്ങോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് പരസ്പരം മനസ്സിലാക്കിയതുപോലെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ബിൽ ഡബ്ല്യു വി കാൺട്ട് ക്വിറ്റ് വൺസ് വി സ്റ്റാർട്ട് എന്നുള്ള ഒരു ആശയം, അതായത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ കഴിയില്ല, മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ കഴിയില്ല എന്നുള്ള ആശയം വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം കുടിക്കാൻ തോന്നുന്നതെന്നതെല്ലാം വിശദീകരിക്കുന്നു. ബിൽ ഡബ്ല്യു പറയുന്നത് ബിക്കോസ് വി ആർ ഇൻസൈൻ എന്നാണ്, നമുക്ക് ഭ്രാന്തമായ ഒരു അവസ്ഥയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ റീസ്റ്റോർ അസ് ടു സാനിറ്റി, ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിൽക്ക്വർത്ത് ഇതെല്ലാം അത് അനേകം രോഗികളെ ചികിത്സിച്ച് അതുകൊണ്ടാണ് ആ ഡയഗ്നോസിസ് ചെയ്തത് ബേസിസിലാണ് ഈ ഒബ്സർവേഷൻസിലേക്ക് എത്തിയത്, ഈ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ നമ്മുടെ ബിൽ വിൽസൺ ഇത് ചെയ്തത് സ്വന്തം എക്സ്പീരിയൻസിലൂടെ, അനുഭവങ്ങളിലൂടെയാണ്. ഇത് മറ്റുള്ള അധ്യായങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. മൂന്നാമത്തെ ഭാഗത്തിൽ ഡോക്ടേഴ്സിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സിൽക്ക്വർത്ത് മോഡൽ സൈക്കോളജിയെ കുറിച്ചാണ് പറയുന്നത്. അതാണ് സൊല്യൂഷനായിട്ട് പറയുന്നത്. ഈ ആൽക്കഹോളിക്കിൻ്റെ ഈ മാനസിക നിലയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ മോഡൽ സൈക്കോളജിയിൽ ആശ്രയിക്കണം എന്നുള്ളതാണ് സിൽക്ക്വർത്ത് പറയുക.
ഒരു മാനസിക മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു സൈക്കിക് ചേഞ്ചിന് തയ്യാറായാൽ മാത്രമേ ഒരു ആൽക്കഹോളിക്കിന് മദ്യപാനം നിർത്തുവാനും സ്വബോധാവസ്ഥയിൽ തുടരാനും സാധിക്കുകയുള്ളൂ എന്ന് സിൽക്വർത്ത് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മറ്റ് ശാസ്ത്രീയ വശങ്ങളെക്കാൾ ഉപരിയായിട്ട് മോറൽ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു മദ്യാസക്ത രോഗിക്ക് മോചനം സ്ഥാപിക്കാൻ പറ്റുമെന്നാണ് സിൽക്വർത്ത് ഉടനീളം പറയാൻ ശ്രമിക്കുന്നത്. മോറൽ സൈക്കോളജിയിലെ എസെൻഷ്യൽ സൈക്കിക് ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാനസിക മാറ്റത്തിന് തയ്യാറാകുന്നതിനോട് തുലനം ചെയ്തിട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ മോറൽ സൈക്കോളജിയെ കുറിച്ച് ഡോക്ടർ സിൽക്വർത്ത് എഴുതിയിരിക്കുന്ന ലേഖനം 1937 ആർട്ടിക്കിളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിക്ലമേഷൻ ഓഫ് ദ ആൽക്കഹോളിക്, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ വീണ്ടെടുക്കൽ എന്നുള്ള പേജിൽ ഇതിനകത്ത് മോറൽ സൈക്കോളജിയെ കുറിച്ച് സിൽക്വർത്ത് പറയുന്നുണ്ട്. ഈ പേപ്പറിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഓരോ ഇൻഡിവിജ്വല് അദ്ദേഹത്തിൻ്റെ സ്വയം പ്രേരണയാൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, തൻ്റെ താല്പര്യങ്ങളിൽ ഒരു മാറ്റം വേണം, അതുകൂടാതെ നമ്മുടെ തീരുമാനങ്ങളിലൊരു മാറ്റം വേണം, അതുകൂടാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലേക്കുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ തന്നെ പറയുന്ന പോലെ ഹൗ ദേ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്, ഫ്രീക്വൻ്റ്ലി ആസ്ക് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത. ഇതാണ് സൈക്കിക് ചേഞ്ചിനെ കുറിച്ച് ആ ലേഖനത്തിൽ സിൽക്വർത്ത് വിവരിക്കുന്നത്. ബിൽ വിൽസനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് മൂന്നാമത്തെ പ്രാവശ്യം ഇയാൾക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോചനത്തിനുള്ള സാധ്യതയുടെ ആശയങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. സ്വന്തം പുനരധിവാസത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ മദ്യപാനത്തെക്കുറിച്ചുള്ള അയാളുടെ ആശയങ്ങൾ മറ്റു മദ്യപാനാസക്തരെ ധരിപ്പിക്കുകയും തങ്ങളും ഇതുപോലെ തന്നെ മറ്റ് മദ്യപാന രോഗികൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ ആളുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ അനുസൃതമായി വളരുന്ന ഈ കൂട്ടായ്മയ്ക്ക് ഇത് അടിസ്ഥാനമായി ഇദ്ദേഹവും മറ്റു 100-ൽ പരം ആളുകളും രോഗവിമുക്തരായി പ്രാപിച്ചതായി കണ്ടു. ഇപ്പോൾ സൈക്കിക് ചേഞ്ചിനെ കുറിച്ച് 2-3 പ്രാവശ്യം സിൽക്വർത്ത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം 2 രോഗികളെ കുറിച്ചാണ് പറയുന്നത്. സൈക്കിക് ചേഞ്ച് മസ്റ്റ് ബി സ്പിരിച്വൽ ആകണമെന്നും പറയുന്നുണ്ട്. അതുകൂടാതെ ഡോക്ടർ, മറ്റു വിധത്തിലുള്ള മാർഗങ്ങളിലെല്ലാം പൂർണ്ണമായി പരാജയപ്പെട്ട 100 കണക്കിന് ആളുകളെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഈ വസ്തുതകൾ വൈദ്യശാസ്ത്രപരമായി അങ്ങേറ്റം പ്രാധാന്യമുള്ളതാണ്. അസാധാരണമായ നിലയിൽ ത്വരിതമായ വളർച്ചയ്ക്കുള്ള സാധ്യത ഒളിഞ്ഞെടുക്കുന്ന ഈ കൂട്ടായ്മ അമിത മദ്യപാനാസക്തിയുടെ വൃത്താന്ത ചരിത്രത്തിൽ ഒരു ഇതിഹാസമായേക്കാം. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങൾക്ക് ഇവർ എളുപ്പം പരിഹാരം കണ്ടെത്തിയേക്കാം. അപ്പം അന്നത്തെ കാലത്ത് ഡോക്ടർ സിൽക്വർത്ത് എഴുതിയതാണത്. ഇനി നമുക്ക് 4-മത്തെ ഭാഗത്തേക്ക് പോകാം. 2 കഥകളിലൂടെയാണ് 4-മത്തെ ഭാഗം സിൽക്വർത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മുമ്പിലുള്ള എല്ലാ പേജുകളിലും ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളും അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചികിത്സിച്ച 2 രോഗികളുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളെയും പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അനോണിമിറ്റി ഉള്ളതുകൊണ്ട് ആ സ്റ്റോറിയിൽ അവരുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യത്തെ കഥ ഹാങ് പിയുടെയും 2-മത്തെ കഥ ഫിറ്റ്സ് മയോയുടെയാണ്. അപ്പോൾ ആദ്യത്തെ കഥയിൽ ഹാങ് പിയെ കുറിച്ച് പറയുന്നത്, ഈ അനുഭവത്തിന് ഏകദേശം 1 വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു മദ്യപാന രോഗിയെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. കുടലിലെ രക്തസ്രാവത്തിൽ നിന്ന് കുറെ ഭേദം കണ്ടു തുടങ്ങിയപ്പോൾ അയാൾ രോഗം മൂലം മാനസിക നില തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു. ജീവിതത്തിൽ വിലമതിക്കാവുന്നതെല്ലാം നഷ്ടപ്പെട്ട അയാൾ സാധാരണ പറയാറുള്ളതുപോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരുന്നു. അയാളുടെ കാര്യത്തിൽ പ്രത്യാശയ്ക്ക് വഴിയില്ലെന്ന് അയാൾ തന്നെ വിശ്വസിക്കുകയും തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ ശരീരത്തിൽ നിന്ന് മദ്യത്തിന്റെ അംശം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയാളുടെ തലച്ചോറിന് സ്ഥായിയായ തകരാറൊന്നുമില്ലെന്നും കണ്ടു. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരിപാടി അയാൾ സ്വീകരിച്ചു. 1 വർഷത്തിന് ശേഷം അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു അത്. ഈ മനുഷ്യന്റെ പേരുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അയാളുടെ ചില പെരുമാറ്റ രീതികളും എനിക്ക് തിരിച്ചറിയാമായിരുന്നു. അത്രമാത്രം ഉറച്ചും വേവലാതിപ്പെട്ടും നാഡീവ്യൂഹങ്ങൾ തകർന്നുമുള്ള ഒരവസ്ഥയിൽ നിന്നും സ്വയാശ്രയശീലനും ദയാശീലനുമായ ഒരാൾ ഉയർന്നു വന്നിരിക്കുന്നു. അയാളോട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. പക്ഷേ നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ള ആളാണ് അയാളെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്ക് തികച്ചും അപരിചിതനെ പോലെ തോന്നി. അങ്ങനെ അയാൾ യാത്ര പറഞ്ഞു പോയി. മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതെ വളരെ കാലം അയാൾ ജീവിച്ചു. അപ്പോൾ 2-മത്തെ ഫിറ്റ്സ്മയെ കുറിച്ച് പറയുന്നത്, എനിക്ക് മാനസികമായ ഉന്മേഷം വരുത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ ന്യൂയോർക്കിലെ പ്രശസ്തനായ ഡോക്ടർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ രോഗി സ്വന്തമായി തന്നെ തൻ്റെ രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കാര്യം പ്രതീക്ഷയറ്റതാണെന്ന് ഞാൻ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആളൊഴിഞ്ഞൊരു വൈക്കോൽപ്പുരയിൽ ഒളിച്ചിരുന്നു. അയാളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒടുവിൽ അയാളെ കണ്ടുപിടിച്ച് വളരെ വഷളമായ സ്ഥിതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശാരീരികമായ ശുശ്രൂഷകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത അയാൾ തുടർന്ന് എന്നോട് സംസാരിച്ചു. ആ സംഭാഷണത്തിനിടയിൽ അയാൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആരും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഭാവിയിൽ കുടിക്കുന്നതിനുള്ള തോന്നലിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനഃശക്തി അയാൾക്ക് നൽകുമെന്ന് ഉറപ്പുകൊടുത്താൽ എനിക്ക് കഴിഞ്ഞെങ്കിൽ എൻ്റെ ചികിത്സ ഒരു വ്രത ശ്രമമായിരിക്കുമെന്ന് അയാൾ കരുതുന്നതായി എന്നോട് പറഞ്ഞു.
ഇയാളുടെ മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അക്കാലത്ത് ധാർമ്മിക മനഃശാസ്ത്രം എന്ന് വിളിച്ചിരുന്ന മാർഗമായിരിക്കും അയാൾക്ക് പ്രത്യാശയ്ക്കുള്ള ഏക കാര്യമെന്ന് ഞങ്ങൾ കരുതി. അതുപോലും എന്തെങ്കിലും തരത്തിൽ ഫലപ്രദമായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുള്ളവരായിരുന്നു. എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ അയാൾ സ്വാധീനിച്ചു. നിരവധി വർഷങ്ങളോട് അയാൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അയാളെ കാണാറുണ്ട്. ആരും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മനുഷ്യകോലത്തിലാണ് അയാൾ. ഈ രണ്ട് കഥകളിലൂടെയാണ് നമ്മുടെ സിൽക്കോരത്തിന്റെ ഡോക്ടർ അഭിപ്രായം അവസാനിക്കുന്നത്. അപ്പോൾ രണ്ട് കഥകൾ പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, ഉടനീളം ഈ പുസ്തകം വായിക്കണമെന്ന് ഓരോ അമിത മദ്യപാന രോഗിയോടും വിനീതമായി ഞാൻ ഉപദേശിക്കുന്നു. അയാൾ ഒരു പക്ഷേ അപകസിച്ചേക്കാമെങ്കിൽ പോലും പ്രാർത്ഥിക്കാനായിട്ടെങ്കിലും അയാൾ അവശേഷിക്കാം. പിന്നീട് ഡോക്ടർ സിൽക്കോരത്തിന്റെ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഓഫ് ആൽക്കഹോളിക്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 28 പാരഗ്രാഫുകളുണ്ട്. അതിൻ്റെ 9 പാരഗ്രാഫുകളും ഈ ഡോക്ടർ ഒപ്പീനിയനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ ആർട്ടിക്കിളിൽ സിൽക്കോർത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ ബുക്കിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ഗ്രൂപ്പ് പ്രോഗ്രാം ഓഫ് റിക്കവറിയെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ സിൽക്കോർത്ത്. സിൽക്കോർത്തിന്റെ പേര് ആദ്യത്തെ അധ്യായം ഫസ്റ്റ് എഡിഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് അദ്ദേഹം ടൗൺസ് ഹോസ്പിറ്റലിൽ ഒരു പ്രസിദ്ധനായ ഡോക്ടറായിരുന്നു. അപ്പോൾ ഓതർ ആ ഡോക്ടറാണ്. അപ്പോൾ അത് മിക്കവാറും അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പണം മേടിച്ചിട്ട് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് ടൗൺസ് ഹോസ്പിറ്റലുമായിട്ട് ഒരു കണക്ഷൻ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അതുകൂടാതെ ഡോക്ടർ സിൽക്കോർത്ത് തൻ്റെ ആ കാലത്ത് മദ്യാസക്തി രോഗമാണെന്ന് കണ്ടുപിടിക്കാത്ത കാലത്ത് നൽകിയ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ തൻ്റെ ജോലിയെ ബാധിക്കുമെന്നുള്ള പേടിച്ചിട്ടാണെന്നും പറയുന്നവരുണ്ട്. നമുക്കറിയാം, ഇനി നമുക്ക് ടൗൺസ് ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ടൗൺസ് ഹോസ്പിറ്റലിലെ മെയിൻ ചികിത്സ എന്ന് പറയുന്നത് ബെലഡോണ ട്രീറ്റ്മെൻ്റ് ആണ്. അതൊരു മിക്സ്ചറാണ്. അവിടെ എല്ലാ മണിക്കൂറും രാത്രിയും പകലും ഏകദേശം 50 മണിക്കൂറോളം ഈ മിശ്രിതം കൊടുത്തതിന് ശേഷം ഇത് രോഗി ഛർദ്ദിക്കുകയും അങ്ങനെ ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം ഇറങ്ങിപ്പോകും എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. 12 അവേഴ്സിൽ ഈ കോമ്പൗണ്ട് കൊടുക്കും. അത് ചിലപ്പോൾ മരുന്ന് ഗുളിക രൂപത്തിലും പിന്നെ ടോണിക് രൂപത്തിലുമാണ്. ഇതൊരു 19-ാം നൂറ്റാണ്ടിലെ മെഡിക്കേഷനാണ്. അത് രോഗിയെ അഡ്മിറ്റായ ശേഷം അദ്ദേഹത്തിന് ഉറങ്ങാൻ അനുവദിക്കുകയും ഈ പറയുന്ന ഈ ബെലഡോണ ട്രീറ്റ്മെന്റിലേക്ക് വിധേയമാക്കി മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഹൈപ്നോട്ടിക് ലാംബർട്ട് ആണ് ഈ ബെലഡോണ ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചത്. മോർഫിനും കൂടാതെ പാരൽഡിഹൈഡും അടങ്ങിയ മരുന്നാണത്. അപ്പോൾ പെട്ടെന്ന് രോഗി ഉറങ്ങും. അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന രോഗിയുടെ ബ്രെയിൻ പ്രവർത്തനത്തിലൂടെയാണ് അവർ സേഫായി മുന്നോട്ട് പോകുന്നതെന്ന് ലാംബർട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ലാംബർട്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ടൗൺസ് ഹോസ്പിറ്റലിൽ ഈ ലാംബർട്ട് ചേരുമ്പോൾ ലാംബർട്ട് പറയുന്നത് 90% ആണ് ഇതിന്റെ വിജയസാധ്യത എന്നാണ്. ബെലഡോണ ട്രീറ്റ്മെന്റിന്റെ വിജയസാധ്യത 90% ആണെന്നാണ്. ഈ ടൗൺസ് ഹോസ്പിറ്റൽ 1920-കളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആശുപത്രിയാണ്. ലാംബർട്ട് പിന്നീട് ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം വിട്ടുവെങ്കിലും ടൗൺസ് ഹോസ്പിറ്റലിൽ ബെലഡോണ ട്രീറ്റ്മെന്റ് തുറന്നുകൊണ്ടിരുന്നു. നമുക്ക് ഡബ്ല്യൂനൊക്കെ ഈ ബെലഡോണ ട്രീറ്റ്മെന്റ് കിട്ടിയതായിട്ടൊക്കെ ഫസ്റ്റ് പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ വിക്കിപീഡിയ നോക്കുമ്പോൾ ടൗൺസ് ഹോസ്പിറ്റലിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ 90% ക്യൂർ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വീണ്ടും ആളുകളൊക്കെ റിട്ടേൺ ചെയ്ത് വീണ്ടും തിരിച്ചു വരികയും റിപ്പീറ്റ് ബിസിനസ്, അതായത് വീണ്ടും വീണ്ടും ആളുകളെ അഡ്മിറ്റ് ആക്കിയിട്ട് റിപ്പീറ്റ് ബിസിനസ് ചെയ്യുന്നതൊക്കെയായിട്ട് വിക്കിപീഡിയ പറയുന്നുണ്ട്. ആ കാലത്ത് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലാണ് ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിൽ മദ്യാസക്തി മറ്റു രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട്. ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് പൊസിഷനിലുള്ള, അതായത് പ്രത്യേകിച്ച് ആക്ട്രസ് അങ്ങനെയുള്ള മ്യൂസീഷ്യൻസ് ഇവരെയൊക്കെയാണ് വലിയ ഫീസുമായിരുന്നു ഇവർക്ക് അഡ്മിറ്റ് ആകാനായിട്ട്. അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള വിഷം ഇറക്കി അവരെ
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉറക്കി ബെലഡോണ ട്രീറ്റ്മെന്റിലൂടെ സുഖപ്പെടുത്തുകയാണ് അവർ ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഓണർ ചാൾസ് ബി ടൗൺസ് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഈ അലക്സാണ്ടർ ലാംബർട്ട് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹമായിട്ട് അലക്സാണ്ടർ ലാംബർട്ട് ആണെങ്കിൽ റൂസ്വെൽറ്റ് പേഴ്സണൽ ഫിസിഷ്യൻ ആയിരുന്നു, അവിടുത്തെ റൂസ്വെൽറ്റ് ഹോസ്പിറ്റലിൽ ഫിസിഷ്യൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ അദ്ദേഹത്തിന്റെ റെസിപ്പി ബെലഡോണ റെസിപ്പി സ്വീകരിക്കുകയും അതിനുശേഷം ട്രീറ്റ്മെന്റ് തുടരുകയും ചെയ്യുകയാണ് ചെയ്തത്. ചാൾസ് ബി ടൗൺസിന് ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നു. ലാംബർട്ടിനാകട്ടെ അതിനു മുമ്പ് 4 വർഷത്തോളം അല്ലെങ്കിൽ അനേകം വർഷത്തോളം ബെല്ലിവ്യൂ ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്ത് പരിചയമുണ്ട്. ചെടികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഈ ബെലഡോണ മിശ്രിതം കണ്ടുപിടിച്ചത് ലാംബർട്ടാണ്. അപ്പോൾ ലാംബർട്ടിന്റെ സഹായത്തോടു കൂടിയാണ് ചാൾസ് ബി ടൗൺസിൽ ചികിത്സ നടത്തിയിരുന്നത്. ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ പുരോഹിതര്, ബാങ്കുകാർമാര്, എഴുത്തുകാര്, നടിമാര്, നടന്മാര്, അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ആളുകളെല്ലാം അഡ്മിറ്റ് ആയതായി പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ബെൽ ഡബ്ല്യു, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോ ഫൗണ്ടറും അഡ്മിറ്റ് ആയത് 1933 മുതൽ 34 വരെയുള്ള കാലഘട്ടങ്ങളിൽ 3 പ്രാവശ്യമായിട്ട്. അങ്ങനെ അവസാനത്തെ ചികിത്സയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഡെലിറിയം അല്ലെങ്കിൽ ഡെലിറിയം ട്രെമൻസ് എന്ന് പറയുന്ന ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുകയും ബെറ്റോവന്റെ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ച അദ്ദേഹത്തിന് ബെലഡോണ ട്രീറ്റ്മെന്റിലൂടെ ചികിത്സ കൊടുക്കുന്നതും. ചാൾസ് ബി ടൗൺസ് 1947 മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകന് എഡ്വേർഡ് ആണ് ഈ ടൗൺസ് ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അവര് ഈ പറയുന്ന വൈറ്റമിൻസ്, അതായത് മദ്യം കൊണ്ട് നശിച്ചു പോയ വൈറ്റമിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അഡിക്ഷൻ ട്രീറ്റ്മെന്റിലേക്ക് മെത്തേഡ് മാറ്റുകയും അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് മദ്യാസക്തിയെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ അവർ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1965 ആയപ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുകയും ഇപ്പോൾ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഉപയോഗിക്കുകയാണ്, റെസിഡൻഷ്യൽ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്.